നമസ്കാരം. ദൈവനാമത്തിൽ നമുക്ക് തുടങ്ങാം. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് നാം ഏവരും വിദ്യാഭ്യാസത്തിൻ്റെ അവസരത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഭക്ഷണമുണ്ട്, ക്ലോത്തിങ് ഉണ്ട്, വസ്ത്രം, പിന്നെയുള്ളത് പാർപ്പിടമാണ്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഈ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണവും വസ്ത്രവും അത് ഒരുവിധം ആളുകൾക്ക്, ഭേദപ്പെട്ട ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ന് പ്രാപ്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു മറിച്ചുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഭക്ഷണവും വസ്ത്രവും ലഭിക്കാത്ത കോടാനുകൂടിയ ആളുകളും നമ്മുടെ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഭവന നിർമ്മാണം എന്ന് പറയുന്നത്, ഒരു പാർപ്പിടം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായി വരുന്നത്. ഈ അടിസ്ഥാന ആവശ്യങ്ങളാണ് പിന്നീട് വികസിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തന്നെ വളരെ വലിയ ഒരു ഭാഗം കവർന്നെടുക്കുന്ന രീതിയിൽ വളർന്ന് അത് വികസിക്കുന്നത്. പക്ഷേ ഇന്ന് അത് ഒരു അടിസ്ഥാന ആവശ്യം എന്നതിലുപരിയായി വളർന്ന് വലുതായി ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു സിംഹഭാഗം കവർന്നെടുക്കുന്ന ഒരു ആവശ്യമായി ഇരിക്കുകയാണ്. നമുക്കറിയാം, പ്രവാസം നയിക്കുന്ന നിങ്ങളുടെ പോലെയുള്ള സഹോദരങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അധ്വാനിക്കുന്ന സമ്പാദ്യവും ആരോഗ്യവും ചെലവഴിക്കുന്നത് ഈ ഒരു ആവശ്യത്തിലേക്കാണ്. മനുഷ്യന് വളരെ ലഘുവായി ജീവിക്കാൻ കഴിയും. നമുക്കറിയാം, ലഘുവായി ജീവിക്കുന്ന ജീവിതങ്ങളാണ് സന്തോഷത്തിൻ്റെ ജീവിതങ്ങൾ. മനുഷ്യൻ ഈ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, അത് വ്യത്യസ്ത ഭേദങ്ങളിൽ രുചിയിൽ കഴിക്കുകയും വസ്ത്രങ്ങൾ വ്യത്യസ്ത അലങ്കാരങ്ങളായിട്ട് അണിയുകയും ചെയ്യുന്നു. അതേപോലെ പാർപ്പിടങ്ങളും വ്യത്യസ്ത ആർഭാടത്തിൻ്റേതായ എല്ലാ മേഖലകളും, എല്ലാ രീതികളും അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടും മനുഷ്യന് സന്തോഷം കിട്ടുന്നില്ല. നാം തിരിച്ചറിയേണ്ടത്, നമുക്ക് വേണ്ടത് സന്തോഷവും സംതൃപ്തിയും ആണ്. അല്ലാതെ മറ്റുള്ളവർ എങ്ങനെ നമ്മളെ നോക്കിക്കാണുന്നു എന്ന ഒരു വേവലാതിയിൽ ഉപരിയായി നമുക്ക് വേണ്ടത് നമ്മളുടെ കുടുംബത്തിൻ്റെ, എൻ്റെ സൊസൈറ്റിയുടെ സന്തോഷവും സംതൃപ്തിയുമാണ്. ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും, നമുക്ക് വളരെ വ്യക്തമായി തീർത്തും പറയാവുന്നതാണ്, കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായി വീടുണ്ടാക്കുക എന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന വീട് അത് അടിസ്ഥാനപരമായി നമുക്ക് സാമ്പത്തിക ബാധ്യത ഉള്ളതായിത്തീരുന്നു, അത് ചെലവേറിയതായിത്തീരുന്നു. അത് നമുക്കറിയാം, ഒരു മനുഷ്യന് സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ അവൻ പ്രകൃതിയോട് ഏറ്റവും അടുത്ത് ജീവിക്കണം. എന്തിനാണ് നാം പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ തേടി ടൂർ പോകുന്നത്? അത് നമ്മൾക്ക് സമാധാനവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിയാണ്. നമ്മൾ വീട് പണിയുമ്പോൾ അവിടെ പ്രകൃതി ഉണ്ടാവണം. പ്രകൃതിയോട് ഏറ്റവും അടുത്താണ് നാം ജീവിക്കേണ്ടത്. ആ ജീവിതത്തിലൂടെ നമുക്ക് സമാധാനവും സൗഖ്യവും ലഭിക്കുകയുള്ളൂ. നമ്മളൊരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, വീട് നിർമ്മിക്കുന്നത് പ്രകൃതിയെ ഉപയോഗപ്പെടുത്തിയാണ് നാം വീട് നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീടിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് അടിസ്ഥാനപരമായിട്ട് ബേസിക്കലി ഉയർന്നു വരേണ്ടത് ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിലൂടെയാണ്. നമ്മളുടെ ഭവന നിർമ്മാണത്തിനായി എടുക്കുന്ന ഈ പ്രകൃതിയെ പരമാവധി ദോഷം ചെയ്യുകയാണെങ്കിൽ, നമുക്കേവർക്കും അറിയാം, ഇവിടെ കേരളത്തിൽ എന്നല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരിസ്ഥിതി നാശത്തിൻ്റെ ഒരു അലാമിംഗ് ബെൽ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ട് ലോറി ബേക്കർ സാറ് പങ്കുവച്ചിരുന്ന പോലെ നമ്മളുടെ ആയുസ്സിൽ തന്നെ ഒരു 5 കൊല്ലം 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മല തീരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ നിർമ്മാണ വസ്തുക്കൾ, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന നിർമ്മാണ വസ്തുക്കൾ പെട്ടെന്ന് തന്നെ, ഏറെ നാളുകളൊന്നും വേണ്ടി വരില്ല, വളരെ പെട്ടെന്ന് തന്നെ സമീപ ഭാവിയിൽ എക്സ്റ്റിൻ്റ് ആവും, നാമാവശേഷമായി പോകും.
ഈ നാമാവശേഷമാവുന്നതോടുകൂടി ജനങ്ങൾ നിർമ്മാണ രംഗത്തുള്ള സാമ്പ്രദായിക കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു നിർബന്ധ അവസ്ഥയിലോട്ട് കേരളീയരല്ല, മൊത്തം ലോകത്തിലുള്ള ആൾക്കാരുടെ ഒപ്പം തന്നെ കേരളീയരും നിർബന്ധിതരായി മാറും. അപ്പോൾ എന്താണ് ഒരു ബദൽ രീതി? ഞാൻ അതിന് സജസ്റ്റ് ചെയ്യുക, നേരത്തെ നമുക്ക് ഏവർക്കും സുപരിചിതനായിരുന്ന വളരെ നല്ല മനുഷ്യരിൽ ഒരാളായിരുന്ന പ്രശസ്തനായ ആർക്കിടെക്ട് ലോറി ബേക്കറിൻ്റെ ഒരു നിർദ്ദേശം തന്നെയാണ് എനിക്കും ശരിയായതായിട്ട് തോന്നുന്നത്. അദ്ദേഹം ഇഷ്ടികക്കെട്ടുകൾ, റാറ്റ് ട്രാപ്പ് ബോണ്ട്, പൊള്ളക്കെട്ടുകൾ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് പൊള്ളക്കെട്ടുകൾ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത്? അദ്ദേഹം ദീർഘവീക്ഷണം ചെയ്ത ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, പ്രകൃതിയെ കുറച്ച് ഉപയോഗിക്കാം. ഹോളോ സ്പേസ് കൺസ്ട്രക്ഷൻ എന്ന് ഞാൻ അതിന് പുനർനാമകരണം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹോളോ സ്പേസ്, അതായത് ഒന്നുമില്ലായ്മയുടെ ഒരു സംഗതി, ഹോളോ വാക്യൂം സ്പേസ്. അത് ഉപയോഗിച്ച് അത് അടിസ്ഥാന മെറ്റീരിയൽ, ബിൽഡിംഗ് മെറ്റീരിയലായി ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ടെക്നീക്ക് ഇനിയുള്ള ആധുനിക കാലഘട്ടത്തിൽ പ്രകൃതിയെ കുറച്ച് പരിക്കേൽപ്പിച്ചുകൊണ്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക. എന്താണ് ഹോളോ സ്പേസ് കൺസ്ട്രക്ഷൻ? റാറ്റ് ട്രാപ്പ് ബോണ്ടിലൂടെ പൊള്ളക്കെട്ട് നിർമ്മിക്കുന്നത് പോലെ കുറച്ച് പ്രകൃതി. ഇപ്പം നിങ്ങൾക്ക് ഈ വീട് നേരത്തെ കാണുന്ന ഈ ടെറക്കോട്ട ഹോളോ ബ്ലോക്കിൻ്റെ ഒരു സവിശേഷതയാണ്, മലയാളികൾ എന്നല്ല ലോക ജനതയിൽ തന്നെ മണ്ണ് ആണ്, മണ്ണിൻ്റെ ബിൽഡിംഗ് ടെക്നോളജി, മണ്ണിൻ്റെ റോ മെറ്റീരിയലാണ്. മണ്ണാണ് മനുഷ്യൻ്റെ പാർപ്പിട നിർമ്മാണത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി ഒരു ഘടകം. ആ മണ്ണ് ആണ് ടെറാക്കോട്ട. ആ മണ്ണ് വേവിച്ചെടുക്കുന്നതാണ് ടെറാക്കോട്ട. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ബ്ലോക്ക്, ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഇത് ടെറാക്കോട്ട ബ്ലോക്കാണ്. ഈ ടെറാക്കോട്ട ബ്ലോക്കിൻ്റെ ഒരു ഏറ്റവും സവിശേഷമായൊരു ഘടകം എന്ന് പറയുന്നത് ഇതിലുള്ള ഈ ഹോളോ സ്പേസുകളാണ്. ഈ ഹോളോ സ്പേസ് ഓൾമോസ്റ്റ് 50% ഈ വോളിയത്തിൻ്റെ ഹോളോ സ്പേസാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അത് മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ, ഞാൻ ഈ കട്ട ഉപയോഗിച്ചാണ് ഒരു വീട് നിർമ്മിക്കുന്നതെങ്കിൽ ഞാൻ വീടിൻ്റെ റോ മെറ്റീരിയൽ പ്രകൃതിയിൽ നിന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി പകുതി സ്പേസ് എന്ന് പറയുന്നത്, പകുതി വോളിയം എന്ന് പറയുന്നത് ഹോളോ ആണ്. അപ്പോൾ ഇതിലൂടെ ഒരാൾക്ക്, അതായത് റോ മെറ്റീരിയൽ, ഒരു കട്ട നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ക്ലേ ഉപയോഗിച്ച് 2 വീട് നിർമ്മിക്കാൻ കഴിയും. ഇതിൻ്റെ പ്രതലം എന്ന് പറയുന്നത് വളരെ സ്മൂത്താണ്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് നാഷണൽസിൽ മാത്രമാണ് വീടുകളുടെ പുറം ഭിത്തികൾ പ്ലാസ്റ്റർ ചെയ്ത് മിനുക്കിയെടുക്കുന്നത്. നമ്മൾ യൂറോപ്പിലും ബാക്കി പാശ്ചാത്യ ലോകങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീടിൻ്റെ പുറം ഭിത്തികൾ ആരും പ്ലാസ്റ്റർ ചെയ്യാറില്ല. അത് നമുക്ക് രസകരമായൊരു അനുഭവമാണ് യൂറോപ്പിലെ വീടുകളുടെ കാഴ്ച. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, ഇത് 100% പ്രകൃതിദത്തമായിട്ടുള്ളൊരു ബിൽഡിംഗ് മെറ്റീരിയലാണ്. പ്രകൃതിയെ ഞാൻ പകുതിയെ ഉപയോഗിക്കുന്നുള്ളൂ. എനിക്ക് പ്രകൃതിയുടെ ഏറ്റവും സ്മൂത്തായിട്ടുള്ള ഫിനിഷസ് കിട്ടുന്നു, ഏറ്റവും സ്മൂത്തായിട്ടുള്ള കളറ് കിട്ടുന്നു. എനിക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ വീടിൻ്റെ അകത്തളങ്ങളിൽ എന്ന പോലെ തന്നെ പുറം ഭാഗവും പ്രകൃതി രമണീയമാക്കി എൻ്റെ വീടുകളെ ആക്കി തീർക്കാൻ കഴിയും. നമുക്കറിയാം, സിമെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു വസ്തുവാണ്. അത് പ്രകൃതി നാശത്തിന് കാരണമാവുകയും നമ്മുടെ തന്നെ സുഖകരമല്ലാത്തൊരു ജീവിത ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ ഈ സിമെൻറ്റ് ധാരാളം ഉപയോഗിക്കുന്ന ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആയതിനാൽ ഈ ഹോളോ സ്പേസ് കൺസ്ട്രക്ഷൻ ടെക്നീക്കിനെ നിർബന്ധാവസ്ഥയിൽ കേരളീയ സമൂഹം അത് പുൽകേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു സുന്ദരമായിട്ടുള്ളൊരു ആവിഷ്കാരം കൂടിയായി തീരുകയാണ് ഈ ഹോളോ സ്പേസ് കൺസ്ട്രക്ഷൻ ടെക്നീക്സിൻ്റെ പ്രകൃതിദത്തമായ മെറ്റീരിയലായ ടെറാക്കോട്ട ഹോളോ ബ്ലോക്ക് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. ഇതിന് ജനങ്ങളായ നമ്മളും ഭരണസിരാകേന്ദ്രത്തിലുള്ള ഗവൺമെൻറ്റുകളും ഇതിന് സഹായകരമായിട്ടുള്ള പ്രക്രിയകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ വളരെ നേരത്തെ സൂചിപ്പിച്ച പോലത്തെ ആ അപായ മണി മുഴക്കത്തിന് ഉത്തരം നൽകാതെ നാം ഈ പ്രകൃതിനാശത്തിൻ്റെ
കാരണക്കാരായി തീരുന്ന തലമുറയായി തീരും. ആ ഒരു ദുരന്തത്തിലോട്ട് നാം ആവാതിരിക്കാൻ എത്രയും പെട്ടെന്ന് സുഖകരമായിട്ടുള്ളൊരു ഭവന നിർമ്മാണ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും നമ്മുടെ തലമുറയിൽ തന്നെ നാം തുടങ്ങി വെക്കണമെന്ന് നിങ്ങളെ സ്നേഹത്തോടുകൂടി നല്ല വാക്കിൽ എൻ്റെ ഈ എളിയ ധാരണകളെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്.